റസൂല് പറയുകയാണ്, നിന്റെ വീടിന്റെ അകത്ത് സമാധാനം വേണമെങ്കിലോ, നിന്റെ വീടിന്റെ അകത്ത് സന്തോഷം വേണമെങ്കിലോ, അല്ലാഹു നിനക്ക് സന്തോഷമുള്ള ജീവിതം തരണമെങ്കിലോ നീ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യണേ. പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ ഓതണേ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണേ. അല്ലാഹു ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന് കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കിതാബ് ഉണ്ടായിരുന്നു. ആ കിതാബിൽ 2 ആയത്തുകൾ ഉണ്ടായിരുന്നു. ആ കിതാബിൽ 2 കലിമത്തുകൾ ഉണ്ടായിരുന്നു. ആ കലിമത്ത് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ. ആ ബഖറയിലുള്ള 2 ആയത്തുകളാ. ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് ആ 2 ആയത്തുകൾ പാരായണം ചെയ്താൽ പടച്ചവനെ 3 ദിവസം ഇബ്ലീസ് ആ വീടിന്റെ അകത്ത് കടക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആയത്തുകൾ സൂറത്തുൽ ബഖറയിലുള്ള 2 ആയത്തുകൾ അല്ലാഹു പാരായണം ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഏതാണ് ആയത്ത്? ഏതായത്ത്? ആയത്തുൽ കുർസിയും ആമന റസൂൽ. ഈ 2 ആയത്തുകൾ, ഈ 2 ആയത്തുകൾ ഏത് വീടിന്റെ അകത്ത് പാരായണം ചെയ്യുന്നു? എത്ര ദിവസം? 3 ദിവസം. ഈ ആയത്ത് ഓതിയാൽ തന്നെ 3 ദിവസം ഇബ്ലീസ് വീട്ടിൽ കയറില്ല. അപ്പൊ പിന്നെ ബക്കറ ഓതിയാലോ? ഖുർആനിൽ 114 സൂറത്തുകൾ ഉണ്ടായിട്ട് അള്ളാഹു ഈ പശു എന്ന് പറയുന്ന ആ ഒരു സൂറത്ത്, ആ സൂറത്തിന്റെ പേരെന്താ? ബഖറ എന്ന് പറഞ്ഞ എന്താ?